നമസ്കാരം, ചെറുതിരുവല്ലയാണ്. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് 500 പേരുടെ ബീഫ് ഒലത്താണ്. ഇപ്പോൾ നമ്മൾ വാർപ്പ് കത്തിച്ച് അതിന് ശേഷം അതിലേക്ക് വാർപ്പ് ചൂടായതിന് ശേഷം ഒരു 2 കിലോ വെളിച്ചെണ്ണ ഒഴിച്ചു. അതിന് ശേഷം കടുകിട്ടു. നമ്മൾ ഒരു 4 തേങ്ങ തല്ലി പൊട്ടിച്ച് അരിഞ്ഞെടുത്തതാണ്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, അതുപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ കരിവേപ്പില ഇട്ട് ഒന്ന് നമ്മൾ വാർപ്പിൻ്റെ അകത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. ഏകദേശം 500 പേരുടെ ബീഫ് ഒലത്താണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മുടെ കുഞ്ഞുവഞ്ചാനാണ്. ഇപ്പം മഞ്ഞപ്പൊടിയാണ് അതിലേക്ക് ചേർത്ത് ഒന്ന് ഇളക്കുക. നല്ലപോലെ ഇതൊന്ന് മൂത്ത് വരണം. അതായത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, അതുപോലെ തന്നെ തേങ്ങാക്കൊത്ത് എല്ലാം ഒന്ന് മൂത്തതിന് ശേഷം മല്ലിപ്പൊടിയാണ് നമ്മൾ ചേർക്കുന്നത്. 1 കിലോ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ 1.5 കിലോ മുളക് പൊടിയാണ് നമ്മൾ ഈ ബീഫ് ഒലത്തിന് ചേർക്കുന്നത്. ഇനി അതൊന്ന് നല്ലപോലെ ഒന്ന് മല്ലിപ്പൊടിയും അതുപോലെ തന്നെ നമ്മൾ ചേർത്ത മുളക് പൊടിയും ഒന്ന് മൂത്ത് വരണം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക, കരിഞ്ഞൊന്നും പോകാതെ. വിറകടുപ്പായതുകൊണ്ട് തന്നെ നല്ല തീയാണ്. അതിനുശേഷം ഉപ്പൊക്കെ നമ്മൾ ആവശ്യത്തിനാണ്. വേണമെങ്കിൽ ഇനി നമുക്ക് ബീഫൊക്കെ ഇട്ടൊന്ന് ഇളക്കി വെന്തൊക്കെ വരുമ്പോൾ നമുക്ക് ചേർക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ സവോള അരിഞ്ഞു വെച്ചത്, സവോള ഇട്ടതിന് ശേഷം നല്ലപോലെ എല്ലാം ഒന്ന് ഇളക്കുക. ഇതിനുശേഷം ഇതിലേക്ക് നമ്മൾ ബീഫ് കൊണ്ടിടുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ മസാലയാണ് നമ്മൾ തന്നെ പൊടിച്ചെടുത്ത, അതായത് കറുകപ്പട്ട, ഏലക്ക, ഗ്രാമ്പൂ, കുരുമുളക്, അതുപോലെ തന്നെ പെരിഞ്ജീരകവും ചേർത്ത പൊടിച്ചെടുത്ത മസാലയാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. ഇനി നമ്മൾ ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. നല്ലപോലെ എല്ലാം ഒന്ന് മിക്സ് ആകുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതാണെങ്കിൽ അടപ്പിട്ട് അടച്ചു വെക്കുക. ഇപ്പോൾ ഏകദേശം നമ്മളിട്ട മസാലയും കാര്യങ്ങളും എല്ലാം ഈ ഒരു ബീഫിലേക്ക് പിടിച്ചിരിക്കുകയാണ്. അതുപോലെ നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുത്ത് അതിനുശേഷം നമ്മൾ അടപ്പിട്ട് അടച്ചു വെക്കുക കുറച്ച് നേരത്തേക്ക്. ഏകദേശം ഒന്ന് തിളച്ച് വരുമ്പോഴായിരിക്കും ഇനി നമ്മൾ ബീഫിൻ്റെ അടപ്പ് മാറ്റി ഒന്ന് ഇളക്കി കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക്. അതിനുശേഷം ഇപ്പം നമ്മുടെ ബീഫ് ഏകദേശം വെന്തിരിക്കുകയാണ്. ഇനി നമ്മൾ ബീഫിൻ്റെ അടപ്പ് മാറ്റിയിരിക്കുകയാണ്. ബീഫിൽ നിന്നുള്ള വെള്ളവും കാര്യങ്ങളെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബീഫ് നമ്മൾ അടപ്പ് തുറന്നിട്ടായിരിക്കും ഇനി നമ്മൾ ബീഫ് ഒലത്തിയെടുക്കുന്നത്. അന്നപ്പോഴേക്കും ഈ വെള്ളമെല്ലാം അങ്ങ് തോർന്ന് കിട്ടും. ഇപ്പോൾ ഏകദേശം വേവായിട്ടുണ്ട് ബീഫ്. ഇപ്പം നമ്മുടെ ബീഫ് നല്ല പോലെ തോർന്ന് കിട്ടിയിരിക്കുകയാണ്. അതിന് ശേഷം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. തീ ശകലം കൂട്ടിയിട്ട് കൊടുത്താലും കുഴപ്പമില്ല. കൂട്ടിയിട്ട് നല്ലപോലെ ഇളക്കി ഇത് നമ്മൾ ഒലത്തിയെടുക്കുകയാണ് നമ്മുടെ ബീഫ്. ഇപ്പം നമുക്ക് കാണുമ്പോൾ അറിയാം, മുമ്പേ നമ്മൾ കണ്ടപ്പോൾ നല്ല ഗ്രേവിയും കാര്യങ്ങളൊക്കെയാണ്. അതെല്ലാം ഇപ്പം നല്ലപോലെ തോർന്ന് നമ്മളിപ്പോൾ കഷ്ണങ്ങളായിട്ട് മാത്രമാണ് നമ്മുടെ ബീഫ് കിടക്കുന്നത്. അതിനുശേഷം നമ്മളിപ്പം വറ്റലമുളക് മിക്സിക്കകത്തിട്ട് അടിച്ചതാണ്. അതൊന്ന് 2 ജാറ് നമ്മൾ മിക്സിക്കകത്തിട്ട് അടിച്ചൊന്ന് ഇട്ട് വേണമെങ്കിൽ നമ്മൾ ഇതിന് ഒലത്തിയെടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ കുരുമുളക് പൊടിയാണെങ്കിൽ ചേർക്കാം. ഇപ്പം നമ്മൾ അത് എല്ലാം കഴിഞ്ഞതിന് ശേഷം പച്ചക്കറിവേപ്പില ഒന്ന് വിതറി ഒന്ന് ഇളക്കിയിട്ടിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ ബീഫ് ഒലത്തെ ആയിരിക്കുകയാണ്. ഏകദേശം 500 പേരുടെ ബീഫ് ഒലത്തായിരുന്നു. ഉപ്പ് കാര്യങ്ങളൊക്കെ നോക്കി നമ്മൾ രണ്ടാമത് എല്ലാം ഒന്ന് ഇടുക. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.